ജയ്ഹിന്ദിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെയും ആനന്ദിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ഒഡീസിയ ഉത്സവം വേണം പൊടിപൂരമാക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ഏതാണ് ക്യാമ്പസ്? ആനന്ദ്, ആ പേര് ഒഡീസിയ ഉത്സവമേളം. ഉത്സവമേളം എന്നുള്ള പേര് ശരിക്കും അന്വർത്ഥമാക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മളും ജയ്ഹിന്ദും ടിവിയും കൂടെ ചേർന്ന്. അല്ലെ, സത്യത്തിൽ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കും ഈ ഗേറ്റിന് മുന്നിലേക്ക് കയറാൻ പോലും പറ്റില്ലായിരുന്നു. ആരൊരാളും കേട്ടോ കൊതിച്ചു പോകുന്ന ഒരു ക്യാമ്പസിലാണ് ഞാനും ആനന്ദും ഇന്ന് എത്തി നിൽക്കുന്നത്. നമ്മളെ പോലെയുള്ള ഒരുപാട് കൊതിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഓണത്തിന്റെ എല്ലാ ഭാവങ്ങളും നുകരാൻ നമുക്ക് ഇവിടെ നിന്ന് കഴിയും. നല്ല രസങ്ങളും ആ ബഹളവും എല്ലാം ഇവിടെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതെവിടെയാണ്? ആ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചോളൂ. ഓൾ സെയിൻസ് കോളേജ് ട്രിവാൻഡ്രം. മനസ്സിനുള്ളിലൊരോടം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിക്കും. പാടി വരും പാടൻ നാടി വരുന്നു ഞാൻ കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം, കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം. സാധാരണ അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ കൊണ്ട്, അതായത് ഭംഗിയുള്ള റോസാപ്പൂ ഉണ്ടായിരിക്കും, പിന്നെ ജമന്തി, മുല്ല, അങ്ങനെ ഒരുപാട് നല്ല പൂക്കൾ കൊണ്ടായിരിക്കും ഒരുക്കുന്നത്. പക്ഷേ ഇന്ന് ജയ്ഹിന്ദ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്തം പൂക്കളെ കൊണ്ടല്ല, എന്നാൽ ഒരു പിടി കഴിവുള്ള സൗന്ദര്യമുള്ള നല്ല മിടുക്കികളായ വിദ്യാർത്ഥിനികളെ കൊണ്ടാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഓൾ സെയിൻസ് കോളേജ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. നമുക്ക് എറണാകുളത്ത് പോയാൽ സെന്റ് തെരേസാസ്, ഇവിടെ വന്നാൽ ഓൾ സെയിൻസ്. ഏതൊരാണൊരുത്തനും ഒരു തവണയെങ്കിലും ഈ ക്യാമ്പസിൽ കൂടെ കയറാനൊന്ന് ആഗ്രഹിക്കും. അത് ഓണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ, എന്നാലും എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ആഗ്രഹം കാണും. ഓൾ സെയിൻസ് കോളേജ് ഇത്രയും പെൺകുട്ടികൾ, സുന്ദരികളും കഴിവുള്ളവരും പഠിക്കുന്നവരും എല്ലാവരും കൂടെ താമസിക്കുന്നത് എന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് നമ്മുടെ പ്രൊഡ്യൂസർക്ക്. ജയ്ഹിന്ദ് ടിവിക്കും അലിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ചെയർപേഴ്സൺ, നിങ്ങളുടെ എല്ലാം പൊന്നോമനെ, നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ അമൃതയ്ക്കും നന്ദി പറയുകയാണ്. തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഗെയിമിലേക്ക്, ഒരു ചെറിയ ഗെയിം, ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ആനന്ദേ? വേണ്ടത് മാവേലിയാണ്. മാവേലി. അതാ, രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? മാവേലി, വേറൊരാളും കൂടെ ഉണ്ട്, വാമനൻ. അപ്പോ നമുക്ക് ഇവിടെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആനന്ദ് പറഞ്ഞു. എന്താ ആനന്ദേ ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അതന്നെ, മാവേലി മാമനും. മാമനും വന്നിട്ടുണ്ടോ? സദ്യ. അതൊരു കൊടുകൈ. അത് നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സുള്ളവരായിട്ടാ. പേര് സെബാസ്റ്റീനയും ഇവിടെ ജ്യോതിസും. അപ്പൊ ജ്യോതിസ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വാമനനും, സെബാസ്റ്റീന നിങ്ങളെല്ലാം അംഗീകരിച്ച മാവേലിയുമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. സെബാസ്റ്റീന എന്ന് പറയുന്ന മാവേലി കുറെ വർഷം, അല്ല, ഒരു വർഷത്തിൽ ഒരിക്കലായി നമ്മൾ ഓണമായിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ വാമനനെ വഴി വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ വാമനൻ അന്നത്തെ കാര്യമൊക്കെ പറയാണ്. അതായത് നിങ്ങൾ അഭിനയിക്കണം. അതായത് വാമനൻ മാവേലിയെടുത്ത് പറയാണ്, അത് മാഷെ അന്ന് ഇതുപോലെ പറ്റിപ്പോയതാണ്, ഇതുപോലെ അന്ന് ചവിട്ടി താഴ്ത്തേണ്ടി വന്ന ഒരു അവസരം വന്നുപോയി. അപ്പൊ മാവേലിയും അതുപോലെ പറയണം, കുഴപ്പമില്ല വാമന, അത് കുഴപ്പമില്ല, വർഷത്തിൽ ഒരിക്കലും എനിക്ക് വരാൻ പറ്റുള്ളൂ, നിങ്ങളന്ന് ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണല്ലോ എനിക്ക് ഇത്ര അംഗീകാരമൊക്കെ കിട്ടിയത്. ഈ ഒരു രംഗം ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ത്രെഡ് മാത്രമല്ല ആനന്ദേ. പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ചവിട്ടി താക്കാൻ പറ്റുമോ? അതെന്റെ കഴിവ്. ആര് കാരണം സ്റ്റാർ? ഞാൻ കാരണം. അയ്യട മോളെ, ഇയാൾ എന്നെ തള്ളി താഴെട്ടുണ്ടാണ് ഇപ്പൊ ആൾക്കാർ പെമ്പിള്ളേർ ചോദിക്കും. ഞാൻ കാരണമല്ലേ നീ താഴെ പോയത്, വല്ലപ്പോഴേക്കല്ലേ പൊങ്ങി വരുന്നത്. എന്നാലും ഭയങ്കര കഷ്ടമായി. ഇച്ചിരി വണ്ണൊക്കെ കൂടിപ്പോയല്ലോ, എന്ത് വെച്ച് എല്ലാരും സദ്യക്ക് വിളിക്കുമോ? എല്ലാ ഓണത്തിന് എല്ലാ വീട്ടിലും സദ്യക്ക് പോണെന്ന് വയറൊക്കെ അങ്ങ് താന്നു പോയോ പോലെ. മനസ്സിലായില്ലല്ലോ, പറ്റി പോയി സത്യം. പിന്നെ എന്തുണ്ട് വിശേഷം പാതാളത്തില്? പാതാളത്തില് കൂടി വരും ആൾക്കാർ. എന്നെക്കാട്ടിലെ സെറ്റപ്പ് ആൾക്കാരുണ്ടോ എന്നൊരു സംശയം തന്നെയല്ലേ. ഇപ്പൊ നിന്നെ ആർക്കും വേണ്ട. എന്നെ ആർക്കും വേണ്ടേ? വേണ്ടെന്നും പറഞ്ഞു ഞാൻ കേട്ട്. ആർക്കൊക്കെ ഇവിടെ മാവേലിയുടെ സമയം തീർന്നിരിക്കുകയാണ്. നല്ലൊരു കൈഡി കൊടുത്തോളൂ. അപ്പം ജ്യോതിസിനും സെബാസ്റ്റീനയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. വളരെ നല്ലൊരു രംഗമാണ് നിങ്ങൾ വളരെ ഹൃദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനി ആനന്ദ്, എങ്ങനെയാണ് ഇവർ വിലയിരുത്തുന്നത് പറയണ്ടേ? നമുക്ക് ലാസ്റ്റ് 1-2 ടീമിനെയും കൂടെ വിളിച്ചിട്ട് പോരെ? നെക്സ്റ്റ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ദേവി. പേര് കിട്ടി. ദേവിയോ? അല്ല, നമുക്ക് ഇദ്ദേഹത്തിന് വിളിക്കാം. മഹാബലി വരൂ. മാവേലി. ഇനി ഇദ്ദേഹത്തിന് ചേരുന്ന ഒരു വാമനനും കൂടെ വേണം. കാര്യം ഇദ്ദേഹം ഇടിച്ചിരിക്കുന്നു. ദേവി
ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും, വരുന്ന വാമനന്മാരെല്ലാം പല്ലി കമ്പിയിട്ടിട്ടുണ്ട്. എടാ കലിപ്പാ, എന്താടാ മോനെ എന്നോട് പിണക്കമാണോ? നീ പിണങ്ങല്ലടാ, ഒരു അബദ്ധം പറ്റിയതാണെന്ന്. അബദ്ധം പറ്റ ഇങ്ങനെ പറ്റാമോ? എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചു കളഞ്ഞല്ലോ. യു മിസ്അണ്ടർസ്റ്റുഡ് മീ. പാതാളത്തിൽ എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, നിനക്കറിയോ? അയ്യോടാ, അവിടെ പോയി തകർക്കുകയാണല്ലേ. എനിക്ക് വയ്യ മച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം അമൃത മാവേലിക്കും ദേവി വാമനനും കേട്ടോ. ഇനി ലാസ്റ്റ് ടീമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നത്. പപ്പു. ഇരട്ട പേരാണോ യഥാർത്ഥ പേരാണോ പപ്പു? പക്ഷേ പപ്പു എന്ന് പറയുന്ന കലാകാരനെ നമ്മളൊരു ഹാസ്യതാരമായിട്ട് മാത്രമാണോ കണ്ടിട്ടുള്ളത്? വെള്ളം അദ്ദേഹത്തിന്റെ എത്രമാത്രം ഡയലോഗുകൾ നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലേ? വെള്ളം ഇല്ലേ? ഒരുപാട് രംഗങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പൊ ശരി, അപ്പോ നെസ്റ്റി മാവേലിയും പപ്പു വാമനനും കൂടെ ഒരു ഡിസ്കഷൻ ആവാം, അതിനുശേഷം രംഗം. ഇവിടുത്തെ മിമിക്രി താരമാണ് നെസ്റ്റി അല്ലേ? നമുക്കതറിയാം. എന്തായാലും നെസ്റ്റിയുടെ ആ കഴിവുകളൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ തൽക്കാലം മാവേലി ആയിട്ടുള്ള ആ രംഗപ്രവേശം ഒന്നാവട്ടെ. തടിച്ചു കൊഴുത്തല്ല, എന്തൊരു സൈസ് ഇത്. പറയാതിരിക്കാൻ ഞാൻ പറയട്ടെ. ആ പാതാളത്തിലുണ്ടല്ലോ എന്ത് ഫുഡെന്നറിയാ ഇപ്പം. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഷവർമ നിന്ന് ഒരുത്തൻ തട്ടിപ്പോയെന്ന്. അത് മുറ്റി കലിപ്പ് സാധനം നിനക്കറിയോ? ഞാൻ വാങ്ങിച്ചു തിന്ന് വരുന്ന വഴിക്കൊന്ന് ഞാൻ വാങ്ങിച്ചു തിന്നു. നാളെ രാവിലെ പണി ഉറപ്പിച്ചു. എന്തൊക്കെയോ തോന്നുന്നു. കുഴപ്പമില്ലായിരിക്കും അല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഇങ്ങനെ പിന്നെ ഇങ്ങനെ അല്ലേ? അങ്ങനെ ഒരു തോന്നല് തന്നെ. പക്ഷേ പിന്നെ ചോദിക്കട്ടെ, പുതിയ സെറ്റപ്പ് ഒക്കെ ആയാ? ഞാനാണെങ്കിൽ ഒന്ന് വലവീശി പിടിക്കാൻ നോക്കി. നമ്മുടെ പ്രജകൾ ആക്ച്വലി പറയുകയാണെങ്കിൽ വലവീശി പിടിച്ചിട്ട് ആ രഞ്ജിനി മാത്രമാണ് ഒതുങ്ങി കിട്ടിയത്. സുരേഷ് ഗോപി ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം നീ എനിക്കല്ലേ SMS അയച്ചത് എന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ടാ വഞ്ചകി എന്തിനങ്ങനെ വയ്യ പറയാതിരിക്കാൻ വയ്യ. പണ്ട് ഓണപ്പാട്ടുകൾ പാടി നടന്ന ഇപ്പൊ ഇവിടെ ഏത് പാട്ടാണ്? ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പം ഡാഡി മമ്മി വീട്ടിലില്ലേ? അത് പോട്ട് റോട്ടിൽ കിടന്ന് കുറെ പേര് ഒത്തസല്ലേ വിളിച്ചത്. ഈ പാട്ടൊക്കെയാണ് മച്ചു ഇപ്പൊ. പിന്നെ ഞാൻ ഓൾ സെയിൻസ് കോളേജിൽ അങ്ങ് കേറി. പറയാതിരിക്കുവാൻ വയ്യ. കാറ്റാടി മരങ്ങൾ കാറ്റാടി ഉലയുമ്പോൾ ഞാൻ അതിന്റെ നടുവിൽ കൂടെ ഇങ്ങനെ എന്റെ ചുവട് വെച്ച് നടന്നപ്പോൾ അപ്പോ സിസ്റ്റർ എന്ന് പറഞ്ഞ് വെളിയിറങ്ങാൻ പറ്റിയില്ല, കേറാൻ പറ്റിയില്ല. പക്ഷെ ആ പൂങ്കാവനത്തിൽ ഞാൻ ഒരിക്കൽ കേറും. കേരളത്തിന്റെ കലാഹൃദയങ്ങൾക്ക് ശരിക്കും ഓൾ സെയിൻസിന്റെ വക ഭാവിയിലല്ല ഇപ്പൊ തൊട്ടേ തുടങ്ങട്ടെ ഒരു വലിയ സംഭാവന, ഒരു മുതൽക്കൂട്ടാണ് നെസ്റ്റി സമ്മതിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് പെർഫോം ചെയ്ത ടീമാ എവിടെയാ? നെസ്റ്റി എവിടെയാ? നെസ്റ്റിയെ കാണാനേ ഇല്ല. നെസ്റ്റി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മാവേലിയായിട്ട് എന്തെങ്കിലും അടുത്ത ബന്ധമുണ്ടോ? മാവേലി ആകാൻ പറഞ്ഞ മാവേലിയാവും, ക്രിസ്മസ് പപ്പ ആകാൻ പറഞ്ഞ ക്രിസ്മസ് പപ്പ ആകാം. എന്തിനും ഞാൻ തയ്യാർ. എന്തിനും തയ്യാറാകണം. നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രഞ്ജിനി ഹരിദാസിന്റെ വോയിസും അതൊക്കെ എടുക്കുന്നുണ്ട്, മോഡുലേഷനൊക്കെ. ഒന്നുകൂടെ ചെയ്യാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? Before we start, let's welcome our fantastic panel of judges, Chitra Chachi, Sriyatu and MJ sir. എനിക്കറിയത്തില്ല നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന്, ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ കണ്ടസ്റ്റൻസിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും സീസൺ 30 വരെ. സോ താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് രഞ്ജിനി ഹരിദാസ് സൈനിങ് ഓഫ്. താങ്ക് യു നെസ്റ്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അർത്ഥവത്താണ്. മാവേലി കൂടെയുള്ള വാമനെയും കൂടെ വിളിക്കട്ടെ. ആ വാമനെ നമ്മളങ്ങ് മറന്നു. ആരായിരുന്നു? പപ്പു. അപ്പോ പപ്പുവിനെ നെസ്റ്റിയാണ് ഈ വർഷത്തെ മികച്ച വാമനൻ മാവേലി ജോഡിയായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ.
മനസ്സിനുള്ളിലൊരോടം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിക്കുമോകം പാടി വരും പാടൻ നാടി വരുന്നു ഞാൻ കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം. ഓണാഘോഷമാകുമ്പോ നമുക്ക് എന്താ അതിനു മുമ്പ് നമുക്കൊരു അതിഥിയുണ്ട്. അതിഥി? Yes. ഒരു അതിഥി ഉണ്ടെന്നാണ് ഒരുപാട് പറയുന്നത്. സുന്ദരിമാരുള്ള ഈ ക്യാമ്പസിൽ നിന്നും ഒരു വളരെ മനോഹരിയായ ഒരു സുന്ദരി ഇവിടെ ആരായിരിക്കും അത്? മുമ്പ് പഠിച്ചിരുന്ന അത് തന്നെയാണ് 2010 മികച്ച, അതായത് മിസ് കേരള എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയ നിങ്ങളുടെ എല്ലാം സ്വന്തം, എന്റെയും സ്വന്തം ഇന്ദു തമ്പി. ഇന്ദുവിന് ഓൾ സയൻസിലേക്ക് ഒരിക്കലും നമ്മൾ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല. ഇന്ദു മുമ്പ് ഈ കോളേജിൽ പഠിച്ചിരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇന്ദുവിനോട് അസൂയായിരിക്കോ സ്നേഹമായിരിക്കും? സ്നേഹമായിരിക്കും. സ്നേഹമായിരിക്കും. മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇങ്ങോട്ട് നിന്നോളൂ. പേരെന്താണ്? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ അല്ല, ഈ കൂവുന്നത് സന്തോഷം കൊണ്ടാണോ അതോ നിരുത്സാഹപ്പെടുത്താനാണോ? ഇരട്ട പേര് വല്ലതും ഉണ്ടോ? ഓ, ചീർ ചെയ്യുന്നതാണല്ലേ? ചീർ ചെയ്യുന്നതാണ്. കൊള്ളാം. അപ്പൊ ലക്ഷ്മിപ്രിയയെ മറ്റൊരു ഇന്ദു തമ്പിയാക്കി മാറ്റാൻ ഇന്ദു പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്താ കുഴപ്പം? തീർച്ചയായിട്ടും അല്ലേ? മറ്റൊരു ഇന്ദു തമ്പിയാണ് എന്തിനാ മറ്റൊരു ലക്ഷ്മിപ്രിയനെ ആയിക്കോളൂ. വെരി ഗുഡ്. അതെ, അതേ വ്യക്തിത്വത്തിൽ തന്നെ നിലനിന്നോട്ടെ അല്ലേ? അതെ. ശരി. അപ്പൊ ലക്ഷ്മിപ്രിയക്ക് എന്തൊക്കെയാണ് ഇന്ദുവിനോട് ചോദിക്കാനുള്ളത്? ഒന്ന് ചോദിച്ചോ. ചേച്ചി, ഈ സൗന്ദര്യം നിലനിർത്താനുള്ള സീക്രട്ട് ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ബി ഹാപ്പി, ബി യുവർ സെൽഫ്, അത് മാത്രമേ ഉള്ളൂ. ചേച്ചി, ഞാൻ എപ്പോഴും സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും എന്നെ കണ്ടാൽ തോന്നുമോ ചേച്ചി ഞാൻ ചേച്ചിയെ പോലെ സുന്ദരിയാണെന്ന്? സുന്ദരിയാണല്ലോ. സ്ലിം ബ്യൂട്ടിയുടെ സീക്രട്ടാണ് എനിക്ക് അറിയേണ്ടത്. താങ്ക് യു. സ്ലിം ബ്യൂട്ടിയെ കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു നല്ല ഷേപ്പ് ഉള്ള ഒരാളാണ് കൂടുതൽ ഭംഗി. ഈ സ്ലിമ്മും പൊക്കവും ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ. അതെ. സ്കോർ ചെയ്യുന്നത്. അപ്പോ ഇന്ദുവിന്റെ സ്വന്തം സഹപാഠികളെടുത്ത് എനിക്ക് തോന്നുന്നു സഹപാഠികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഈ കൂട്ടത്തില്? ഇതിനകത്ത് എന്റെ ജൂനിയേഴ്സ് ഉണ്ട് കൂടുതലും. സഹപാഠികൾ 2-3 നേരം ഞാൻ കണ്ടു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. പണ്ട് ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓണാഘോഷ കാലത്ത് ആ ഓണം സെലിബ്രേഷൻ ഒന്നും ഇതിൽ നിന്നും റിച്ച് ആണ് അല്ലേ? ഇവിടെ ഊഞ്ഞാല് കെട്ടിയും മറ്റ് പല ബഹളങ്ങളും ഉണ്ടെന്നൊക്കെ ഇന്ദു കുറച്ച് കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. എന്തൊക്കെയാ ഇന്ദു, അതൊന്ന് നമ്മൾ വരുന്ന പങ്കുവെക്കാമോ? അത് ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ എനിക്ക് കൂടുതൽ അതിൽ പങ്കെടുക്കാൻ പറ്റി. സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ ഞാൻ ചെയർപേഴ്സൺ ആയി. അപ്പോൾ അല്ല, തേർഡ് ഇയർ ആയിരുന്നു ചെയർപേഴ്സൺ. എനിക്ക് തന്നെ ഓർമ്മയില്ല ആക്ച്വലി. സെക്കൻഡ് ഇയറിലായിരുന്നല്ലേ? ഓക്കെ, സെക്കൻഡ് ഇയറിൽ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ അതിൽ കൂടുതൽ അതിന്റെ പിറകെയുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ കൂടുതൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതിനകത്താണെങ്കിൽ നമുക്കൊരു ഓണം, എനിക്ക് തോന്നുന്നു നമ്മുടെ അത്തപ്പൂക്കളം എല്ലാ മത്സരമുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇവരെല്ലാവരും എല്ലാ ഗേൾസും ഇതിനകത്ത് സെറ്റ് മുണ്ടും സാരിയിലായിരിക്കും. അപ്പോൾ അത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ സമയത്ത് നിങ്ങൾ ആരും കേട്ടില്ല. ഇന്ദു തന്നെ പറയുന്നത് ഭംഗിയാണെന്ന്. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ആനന്ദേ? അപ്പോൾ അതിനകത്ത് അതൊരു അത്തപ്പൂക്കളും കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു വടംവലി കോമ്പറ്റീഷൻ, ഊഞ്ഞാല് കാണും. എല്ലാ ഒരു മൂലയിലും ഓരോരോ സ്ഥലങ്ങളിലും ഊഞ്ഞാലും എല്ലാ ബഹളങ്ങളൊക്കെ കാണും. പിന്നെ അതിന്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. നമുക്ക് ഓണസദ്യ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കി തരും സിസ്റ്റേഴ്സൊക്കെ. അപ്പൊ അതിനകത്ത് അതൊക്കെ പോയി കുടിച്ച് ഇവിടെ വന്ന് പലതരം ബണ്ണ് കടി മത്സരം, ഈ മത്സരം ആ മത്സരം, നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ് തമ്മിലെ മത്സരം, ചിലപ്പോൾ ടീച്ചർമാരുടെ കസേര കളി, ഈ വക പരിപാടികളൊക്കെ കാണും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒന്നിച്ച് വന്ന് പിള്ളേരെല്ലാരും കൂടെ ഒന്നിച്ച് ഒരു രസമാണത്. നമ്മുടെ ആക്ടിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇന്ദുവിന്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കിട്ടു. ഇനി നമുക്കൊരു നല്ലൊരു സോങ് ആയാലോ? നല്ലൊരു പാട്ട്, ഓണപ്പാട്ടൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. അല്ല, ഓണപ്പാട്ട് പാടാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല മിടുക്കികൾ കാണും. പക്ഷേ നമ്മളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാനമായ ഒരു പാട്ടുകാരി ഇന്നിവിടെ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അഖില ആനന്ദ്. ഓൾ സയൻസ് കോളേജിലെ എല്ലാ സുന്ദരിമാരായ എന്റെ അനുജത്തിമാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് കടക്കാം. പിന്നെ തീർച്ചയായിട്ടും തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
ഉത്രാടപ്പൂക്കും നിന്നുച്ചിയിൽ പൊൻവേൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്ന കോമള ബാലനാം ഓണക്കിളി 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 തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടി പാട്ടിന്നോപുരം കിലുങ്ങുന്ന പൂവിളി പേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. നമ്മുടെ ഓണ ബഹളത്തിനിടയ്ക്ക് എന്ത് ഹൃദ്യമായ ഒരു ഗാനമായിരുന്നു അല്ലേ? ശരിക്കും ഈ പൊന്നിൻകുടത്തിന് പൊട്ട് കൊടുക്കുന്ന പരിപാടി എന്ന് ഇന്ദുവും കുറച്ച് സംഘാംഗങ്ങളും കൂടെ നടത്തിയിട്ടോ. നല്ലൊരു പൊന്നിൻകുടം ഇവിടെ നിന്ന് പാടുമ്പോൾ അവിടെ പൊട്ടും കൂടെ കൊടുത്തു. ഗ്രേറ്റ്, നല്ല സിങ്കായിരുന്നു. നിങ്ങൾ എളുപ്പം ഒരു മൂവ്മെന്റ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഇന്ദുവിനുമുണ്ട് അതിനുള്ള നന്ദി. അപ്പോൾ ഇനി നമുക്ക് അഖിലയുടെ കൂടെ ഒപ്പം അഖിലയും കൂടെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി അടുത്ത ഓണക്കളികളിലേക്ക് അല്ലേ ആനന്ദ്? ചെറിയൊരു ഗെയിമിൽ സെഗ്മെന്റിലേക്ക് പോവാം. ഒരു ചെറിയ ഇനി ഓണക്കളികളാണ്. ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കളികളുണ്ട്. അറിയാമോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ? അഖിലേക്ക് അറിയാമോ? ഓണക്കളി ഓണക്കളി എന്ന് പറഞ്ഞാൽ ഓണത്തല്ലാണ് പ്രധാനം. അല്ലെ വിജയ്, എവര് തന്നെ പറയട്ടെ. വിജയ്, ഓണം ഗെയിം എന്ന് പറയുമ്പോഴേ ഇവരുടെ മനസ്സിൽ എന്താ ഉള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇവരെന്താ ഓണക്കളി? അതെ, ഇവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? പിന്നെ ആരെയാണ്? ഇവിടെ ആരോ പുലിക്കളി എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകല്ലേ? അഖില, ഇന്ദു, നമുക്ക് ഇവരെ കൊണ്ട് നല്ലൊരു ഓണക്കളിയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒഡീസിയ ഉത്സവമേളത്തിൽ അടുത്തതായി നമ്മൾ പോകുന്നത് ഓണക്കളികളിലേക്കാണ്. അതെ, റെഡിയല്ലേ? എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. മനസ്സിനുള്ളിലൊരോടം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിക്കുന്നു. പാടി വരും പാടൻ ആടി വരുന്നു ഞാൻ കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോളം.
ഒഡീസിയ ഉത്സവമേളത്തിൽ ഇനി വളരെ രസകരമായ ഒരു ഗെയിം സെഗ്മെന്റ് ആണ്. അപ്പോൾ വിജയ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാതെ തന്നെ മനസ്സിലാക്കേണ്ടത് ഓണത്തല്ലായാലോ? അല്ല, നമ്മുടെ നമുക്ക് ഓണത്തല്ലായോ? എല്ലാരും കൂടി ഓണത്തല്ല മതിയോ? ഓണത്തല്ല എങ്ങനെ നിങ്ങളെല്ലാരും കൂടി നമ്മളെ അടിക്കാനോ? അതിനാവുമ്പോ എന്തൊരു ഇൻട്രസ്റ്റാ. അതൊന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ഗെയിമാണ് ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. ഏതാണ് ആനന്ദേ? ഉറിയടി മത്സരം. ഉറിയടി മത്സരമാണ്. അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാർട്ടിസിപ്പൻസ് വേണം. വിജയ്, നമുക്ക് 3 പേരാണ് വേണ്ടത്. 3 പാർട്ടിസിപ്പൻസ് വേണം. നമുക്ക് ഇതിൽ നിന്നും ആരാണ് 3 പേര്? ഉറിയടി മത്സരത്തിനായിട്ട് 3 പേരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോ അവിടെ നിൽക്കുന്ന 3 പേരും പൂർണ്ണ മനസ്സോടുകൂടി 3 പേര് മുന്നോട്ട് വന്നേ. ആ 3 പേരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ആനന്ദേ, ഇദ്ദേഹത്തിന്റെ മൈക്കൊന്ന് കൊടുക്കുക. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഇല്ല, എന്നാൽ തന്നെ ഒന്നുകൂടെ. എൻ്റെ പേര് അമൃത മോഹൻ. ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഞാൻ ഓൾ സെയിൻസിലെ സ്വന്തം ചെയർപേഴ്സണാണ്. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ഇവിടെ DC3 കെമിസ്ട്രി പഠിക്കുന്നു. എൻ്റെ പേര് റമോണ. ഞാൻ DC3 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പഠിക്കുന്നു. അപ്പോ 3 പേരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഗെയിമിന്റെ ഇതൊക്കെ റൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. എങ്ങനെ? കണ്ണ് കെട്ടിയാണ് ഇത് അടിക്കേണ്ടത്. അറിയാലോ, ഉറിയടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. കണ്ണ് കെട്ടിയിട്ടാണ് അടിക്കാൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തച്ചോളി തറവാടിലുള്ള ആൾക്ക് തന്നെ കൊടുക്കാം. ഉടവാള പിടിച്ചോളൂ. അപ്പോ ഇതാ ഗെയിം തുടങ്ങാൻ പോവാണ്. റെഡി? എല്ലാരും കൂടെ 1 2 3 ആൻഡ് സ്റ്റാർട്ട്. അങ്ങനെ ഒരു വലിയ സംഭവം നടന്നിരിക്കണം. ആദ്യമായിട്ട് അമൃതയുടെ തലയിൽ വെള്ളം വീണു. അങ്ങനെ ഒരു വലിയ സംഭവം അമൃതയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായ, അതായത് ബാക്കിയുള്ള 2 കണ്ടസ്റ്റന്റ്സിനെ ബാക്കി നിർത്തി ആദ്യത്തെ കണ്ടസ്റ്റന്റ് തന്നെ ഉറിയടി മത്സരത്തിൽ ആദ്യം അമൃതയെ ക്ഷണിക്കേണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞതാ. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. ആദ്യത്തെ അവസരത്തിൽ തന്നെ അമൃത നമ്മുടെ ഉറി അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ചാൻസിൽ അമൃതയാണ് നമ്മൾ വിളിച്ചത്. അമൃത വളരെ സമൃദ്ധമായിട്ട് അല്ലെ, വളരെ സമർത്ഥമായിട്ട് അതിനെ അടിച്ചു പൊട്ടിച്ചു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അല്ലെ, ഏതാണ്ട് ഒരു 50 സെക്കൻഡ് എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ അമൃത അതിനെ തവിട് പൊടിയാക്കി. അടുത്ത നമുക്ക് കൃഷ്ണ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ചെയർപേഴ്സനെ കൊടുത്ത പോലെ തന്നെ നല്ലൊരു കൈയടി എല്ലാരും കൃഷ്ണയ്ക്കും കൊടുക്കുക. കൃഷ്ണ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അയ്യോ, സമയം തീർന്നിരിക്കുകയാണ്. കൃഷ്ണയുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇത് ഉറിയടിക്കുള്ള കറക്റ്റ് മേളിലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആളെ വിളിക്കാം. കൃഷ്ണയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്ത് ഇത്ര നേരം ശ്രമിച്ചല്ലേ, പാവം കൃഷ്ണ. അടുത്ത റമോണയാണ്. റമോണ വരണം, കടന്നു വരണം. അപ്പൊ റമോണിക്ക് വേണ്ടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചീർ ചെയ്തേ പ്ലീസ്. റമോണിക്ക് കുറച്ച് എനർജി കൊടുക്കൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? നമ്മൾ കൊടുക്കുന്ന കൈയടിയാണല്ലോ. റെഡി? 1 2 3 സ്റ്റാർട്ട്.
ഇത്തവണ വിഭൂഷിതയായി വന്ന റമോണയും തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ആകെ ജയിച്ചത് ആരാണ്? നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് നിങ്ങളുടെ സ്വന്തം അമൃത മാത്രമാണ് വിജയം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് കുറിയങ്ങ് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചോ. ഇനി അധികം പാർട്ടിസിപ്പൻസിനെ നമ്മൾ വിളിക്കുന്നില്ല. ഇവിടെയുള്ള കമ്പും കോലും ഒക്കെ എടുത്ത് അത് അടിച്ചു പൊട്ടിക്കാൻ നിങ്ങൾ എല്ലാവരുടെ ഒരു കൂട്ടായ ശ്രമം. വരാം. വിജയ്, നമ്മുടെ ഈ ഗെയിമിൽ വിൻ ചെയ്തവർക്ക് സമ്മാനം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. ഓണം ആകുമ്പോൾ നമുക്ക് സമ്മാനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. പങ്കെടുത്ത 3 പേർക്കും ഇങ്ങോട്ട് വരാം. വരട്ടെ. അമൃത, റമോണ, കൃഷ്ണ, വരണം വരണം. അപ്പൊ ഒരു ഇടിവെട്ട് ഗെയിം സോണാണ് ഇപ്പൊ കഴിഞ്ഞു പോയത് അല്ലേ ആനന്ദേ? നമുക്കിനി ഇവരിൽ നിന്നൊരു പാട്ടായാലോ? ഇവരിൽ നിന്നൊരു പാട്ട് വേണോ? വേണം. വേണോ? ആരാണ് അതിന് തയ്യാറായിട്ടുള്ളത് ഇവിടെ? കീർത്തി. 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 അപ്പൊ എന്ത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? കീർത്തി എവിടെ? ആ, കീർത്തി. കീർത്തി. അപ്പൊ കീർത്തിയുടെ വക ഒരു നാടൻ പാട്ടല്ലേ? നമുക്ക് ഇനിയും ബാക്കിയുള്ള പാട്ടൊക്കെ പാടാൻ നമുക്ക് അകലെയുണ്ട്. ഇപ്പൊ നല്ലൊരു നാടൻ പാട്ടിന് വേണ്ടി നമുക്ക് കീർത്തിയെ ക്ഷണിക്കാം. അപ്പാ നമ്മടെ കുമ്പളത്തൈ അമ്മേ നമ്മടെ ജീരകത്തൈ കുമ്പളം പൂത്തതും കായാ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞേലി നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ ചെക്കേലടിക്കും മുമ്പേ ദെയ്യം താരാ ചെമ്പട്ട് വീശും മുമ്പേ ദെയ്യം താര തക താര താര ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും വെക്കം നടകൊള്ളണേ ദെയ്യം താര തക താര തക ദിമി താര തക ദിമി താര തക ദിമിതോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാർ തന താന തന്തിന തമര മോതിരള മയിലോ കുഞ്ഞിക്കൂങ്കേ ആ മരന്തോട് മയിലോള കുഞ്ഞിക്കൂങ്കേ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ ഏറുപൂട്ടി കട്ടയൊടച്ച് ഹേ ഹേ ഡ്രാ ഏറുപൂട്ടി കട്ടയൊടച്ച് തന്താനാരോ താനാരോ എന്തെല്ലാം വിത്തേറിഞ്ഞടി വെണ്ണേ താണി തന്താരോ അതി കറുക ചെറുകുറുക ജീരക ചെമ്പക വിത്തെല്ലാം കൂടി പാകിയേ പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ മുടി ഞാറും കെട്ടി എറിയുന്നേ തന്തിനതിന തന്താനേ ധന തന്താനേ തന്തിനതിന തന്താനേ ധന തന്താനേ തന്തിനതിന തന്താനേ ധന തന്താനേ തന്തിനതിന തന്താനേ ധന തന്താനേ തകത് 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 ത രി 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 അക്കരെ തൊട്ടില് കഴിഞ്ഞണ്ടിനെ കാണിച്ചോ കൈമാടി വിളിക്കിഞ്ചോ കണ്ണുരുട്ടി കാണിച്ചോ അക്കരെ തൊട്ടില് കഴിഞ്ഞണ്ടിനെ കാണിച്ചോ കൈമാടി വിളിക്കിഞ്ചോ കണ്ണുരുട്ടി കാണിച്ചോ രി 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 രി
കാവിലെ ചാഞ്ചക്ക തിരുവോണം. ഈ ഓണം എന്ന് പറയുമ്പോൾ കസവ് സാരിയൊക്കെ എടുത്ത പെൺകുട്ടികളും സ്ത്രീകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് അത് മാത്രമല്ല സദ്യയും അത്തവും ഊഞ്ഞാലും വാമനും മഹാബലിയൊക്കെ ഉണ്ട്. അത് വിജയം കാണുമ്പോൾ അത് വിജയം കാണുമ്പോൾ തന്നെ അറിയാം സദ്യ സദ്യ എന്ന വിചാരം മാത്രമേ വിജയിക്കുള്ളൂ എന്ന്. എന്തായാലും ആനന്ദ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ആനന്ദേ, ശരിക്കും സെറ്റ് മുണ്ടിട്ട അല്ലെങ്കിൽ പട്ടുപാവാടയൊക്കെ ഉടുത്ത പെൺകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓണത്തിന്റെ ആ മാറ്റം അങ്ങ് 916 അങ്ങ് ഉയരുകയാണ് അല്ലേ? ട്രഡീഷണൽ ഫാഷൻ ഷോ ആയാലോ? ട്രഡീഷണൽ ഫാഷൻ ഷോ എന്ന് പറയേണ്ട, നമുക്കതിനെ ഒരു മലയാളി മംഗോത്സവം എന്ന് പറയാം. ചെയ്യുന്നത് അപ്പൊ ഫാഷൻ ഷോ ആയിക്കോളും. അപ്പോൾ നല്ലൊരു മലയാളി മംഗോത്സവത്തിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞാനും ആനന്ദും സ്വാഗതം ചെയ്യുന്നു.
എല്ലാവരും ഓണത്തിന്റെ ബഹളത്തിലാണ്. സെറ്റ് മുണ്ടുകൾ, ഓണസദ്യ, മാവേലികൾ എല്ലാരെയും ഒന്നിച്ച് കാണാൻ പറ്റും. പിന്നെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഓണത്തിന് വീട്ടിൽ പോയി ഇരിക്കാം, അടിച്ചു പൊളിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എന്ത് തന്നെയായാലും നല്ലൊരു ഓണാനുഭവമായിരുന്നു ഓൾ സെയിൻസ് കോളേജും അതുപോലെ നിങ്ങളും വിദ്യാർത്ഥിനികളും നമുക്ക് വേണ്ടി തന്നത്. അതായത് ഓണക്കളി ഉണ്ടായിരുന്നു, മാവേലി, വാമനൻ, പിന്നെ ഇവിടെ അഖിലയുടെ പാട്ട്, പിന്നെ നെസ്റ്റിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഈ ഓണത്തിന് നമ്മൾ ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് തന്ന ഒരു സംഭാവനയാണ് കേട്ടോ. ഇവരുടെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി. അപ്പൊ കഴിവുള്ളവരല്ല ആൺകുട്ടി എന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായും. അത് ഞാൻ ശരിയാക്കില്ല. ഈ കൂട്ടത്തിലെ പുലിക്കുട്ടി, ശരി, ആൺകുട്ടി പറയാൻ പറ്റില്ല അല്ലേ? അല്ലേ? അതെ. അപ്പൊ ഇനി അഖിലയുടെ വക കൂടെ എന്തെങ്കിലും പ്രേക്ഷകർക്ക്? ഇന്ദു പറഞ്ഞ പോലെ നല്ലൊരു ഓണ സദ്യ തന്നെയായിരുന്നു ഓൾ സെയിൻസ് കോളേജിൽ എനിക്ക് കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട് ഇത്തവണത്തെ ഓണം നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുന്നു. അങ്ങനെ ഓൾ സെയിൻസ് കോളേജിനും അതിനോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥിനികൾക്കും അതിനോടൊപ്പം തന്നെ ഇന്ദുവിനും അഖിലയ്ക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓണക്കാലം നമ്മൾ ഇവിടെ കർട്ടൻ ഇടുകയാണ് ഉത്സവമേളത്തിന്. അല്ലേ ആനന്ദേ? തീർച്ചയായിട്ടും. ആനന്ദ് ഇതുവരെ മതിമറന്ന് നിൽക്കുക. ഇങ്ങനെ ഒരു അവസരം വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നതാണ്. പിന്നെ ആങ്കർ ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെയും ആനന്ദിന്റെയും ഓൾ സെയിൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥിനികളുടെയും വക കൃത്യമായ ഓണാശംസകൾ. ബൈ. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിക്കും മോഹം.